അല്ല, ഇത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഉം. ഒന്നാമത് അതിൽ ഇൻകംബൻ്റ് ആയിട്ടുള്ള പാർട്ടി, ഭരിക്കുന്ന പാർട്ടി. രണ്ടാമത് അവർ എതിർക്കുന്ന പാർട്ടികൾ ഉള്ളപ്പോൾ പാർട്ടികൾ. ചിലപ്പോൾ ചില പാർട്ടികളുടെ ചില സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം അന്യഥാ തോൽക്കുമായിരുന്ന ഒരു മുന്നണിയെ, ഒരു പാർട്ടിയെ ജയിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടുന്ന വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ ജയിക്കാവുന്ന സ്ഥാനാർത്ഥി തോൽക്കേണ്ടുന്ന സ്ഥാനാർത്ഥി ജയിക്കുകയൊക്കെ ചെയ്യും. പല ഘടകങ്ങളാണ് ആശ്രയിച്ചിരിക്കുന്നത്. സാമുദായിക ഘടകങ്ങളുണ്ടാവും, രാഷ്ട്രീയ ഘടകങ്ങളുണ്ടാവും, സാമൂഹിക ഘടകങ്ങളുണ്ടാവും. ചിലപ്പോൾ എന്താണ് ഭൂപ്രകൃതിയും കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങൾ പോലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാം. ഈ ഒറ്റക്കേൾവിയിലെ ആൾക്കാർക്ക് അത്ഭുതമൊന്നുമില്ല, കാലാവസ്ഥ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, ഇനി ബംഗ്ലാദേശിൽ അത്ര രൂക്ഷമോ ഗുരുതരമോ ഒന്നും അല്ലെങ്കിൽ പോലും എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നൊരു സംഭവം, 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് AK ആൻ്റണിയാണ് കേരള മുഖ്യമന്ത്രി. വലിയ മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ഭയങ്കരമായ വെയിലും ചൂടും ശുദ്ധജലക്ഷാമവും അനുഭവപ്പെട്ടു. കുടിവെള്ളം കിട്ടാനില്ല. കേരളത്തിലെമ്പാടും അത്ര വലിയ വരൾച്ചയാണ്. അപ്പോൾ ഈ കുടിവെള്ളം കിട്ടാതെ വരുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥരാകും. തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റിലേക്കാണ്. ദേശീയ രാഷ്ട്രീയം അന്തർദേശീയ രാഷ്ട്രീയമൊക്കെയാണ് തീരുമാനിക്കപ്പെടുന്നത്. പക്ഷേ ജനങ്ങൾ പെട്ടെന്ന് അവരെ ബാധിച്ച വിഷയം കുടിവെള്ളക്ഷാമം. അത് സ്വാഭാവികമായിട്ട് അന്ന് ഭരിക്കുന്ന പാർട്ടിക്ക്, കോൺഗ്രസിന് എതിരായി. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ പരാജയമുണ്ട്. വേറെ ഘടകങ്ങളുണ്ടായിരുന്നു, എങ്കിൽ പോലും കുടിവെള്ളക്ഷാമം പെട്ടെന്നുണ്ടായ വരൾച്ച പോലും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാം എന്നത് തെളിയിച്ചു. ഇനി അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന സംഭവം, ഉദാഹരണത്തിന് രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിക്കാൻ സംഭവം. ഇവിടെയുള്ള ആരുടെയും ഗുണം കൊണ്ടോ ദോഷം കൊണ്ടോ അല്ല അങ്ങനെ സംഭവിച്ചത്. പക്ഷേ അത് വലിയ സഹതാപതരം ഉണ്ടാക്കി. അന്യത ഇടതുപക്ഷം ജയിക്കാമായിരുന്ന തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുകയും കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരിച്ചു. ഇങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഓരോ തെരഞ്ഞെടുപ്പും തീരുമാനിക്കപ്പെടുന്നത്. നമ്മൾ കേരളത്തിൽ ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് വന്നാൽ, ഇവിടെ UDF അനുകൂലമായ ഒരു വികാരം കാണാൻ കഴിയും. അത് സത്യത്തിൽ UDF അനുകൂലമായ വികാരമല്ല. ഇവിടെ ജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് 10 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുന്നത് ഇടതുപക്ഷത്തിന് എതിരായ ഒരു ഹൃദയ വികാരമാണ്. ആ വികാരം കോൺഗ്രസ്സുകാർക്കല്ല, BJPക്കാർക്കും അല്ല, ലീഗുകാർക്കും അല്ല, വേറെ ആർക്കും അല്ല. കൂടുതലായിട്ടുള്ളത് ഇടതുപക്ഷക്കാർക്ക് തന്നെയാണ്. ഇടതുപക്ഷക്കാരായ ആത്മാർത്ഥ ഇടതുപക്ഷക്കാരെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു നേട്ടത്തിന് വേണ്ടിയല്ലാതെ ഇതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ, അവരൊക്കെ നിരാശരാണ്. അവർക്ക് ഈ സർക്കാരിൻ്റെ പല പ്രവൃത്തികളെക്കുറിച്ചും വലിയ അതൃപ്തിയുണ്ട്, വലിയ വിയോജിപ്പുണ്ട്. അവരത് സർക്കാരിനെ തിരുത്താൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ തിരുത്തും? അവർക്ക് തിരുത്താൻ കഴിയുന്നത് ഈ ചൂണ്ടുവരലുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പിന് നമ്മുടെ മുമ്പിൽ ഇലക്ട്രോണിക് യന്ത്രം കൊണ്ടുവെക്കുമ്പോൾ നമ്മൾ എതിർ പാർട്ടി കൂട്ടി. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഇവിടെ ശരിക്കുള്ള പ്രശ്നം. അല്ലാണ്ട് കോൺഗ്രസ് അനുകൂല തരംഗമോ അല്ലെങ്കിൽ BJP അനുകൂല തരംഗമോ വേറെ ആർക്കെങ്കിലും അനുകൂല തരംഗമല്ല. ഇവിടെ ഉള്ളത് നെഗറ്റീവ് വോട്ടാണ്. നെഗറ്റീവ് വോട്ടെന്ന് വെച്ചാൽ 10 കൊല്ലം ഭരിച്ച ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ന്യായമായിട്ടുള്ള ആവലാതികൾ. അത് ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൂടി അവർ മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്ര കാര്യമുള്ളൂ.